ഇന്നത്തെ വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നിപ്പോൾ ഞങ്ങളുള്ളത് എൻ്റെ വീട്ടിലോട്ട് പുഴക്കേറ്റിട്ട് ഞങ്ങൾ എല്ലാവരും കൂടി വന്ന ഞാനും അപ്പും സോനും ഞങ്ങളെല്ലാം കൂടി വിരുന്നിറക്കാൻ വന്നിട്ടോ കുറച്ച് ദിവസം. അപ്പോൾ അനിയത്തി ഇവിടെ ഉണ്ട്, മക്കളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അമ്മ തൊടിയിൽ കുറച്ച് പൂള നട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ പറിക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ വായൊക്കെ കാണിച്ചു തരാം. അപ്പോൾ അമ്മ പറമ്പിക്ക് പോയിട്ടുണ്ട് കേട്ടോ, തൊടിക്ക് പോയിട്ടുണ്ട്. അപ്പോൾ എന്താ ഞങ്ങൾ പോയിട്ട് നോക്കട്ടെ കേട്ടോ, പൂള ഉണ്ട് എന്നൊക്കെ പറഞ്ഞു പോയി നോക്കട്ടെ കേട്ടോ. അപ്പോൾ അമ്മ അവിടെ പറിക്കുന്നുണ്ട്. അപ്പോൾ ഞാനും കൂടെ പോവാ കേട്ടോ. വായ കാണിച്ചു തരാം. അതവിടെ അപ്പൊ അതാ അമ്മ പറിച്ചു കേട്ടോ. പറിച്ചിട്ട് ഇതാ പൂളക്കൊമ്പ് പിന്നെ അവിടെ തന്നെ കുത്തിയാണ് കേട്ടോ. അപ്പൊ പറിച്ച പൂളൊക്കെ ഇതാ ഞങ്ങൾ വന്നിട്ടേക്ക് പറിച്ചു. ഇത് കുറച്ചുള്ളൂ. അപ്പൊ അമ്മ ഇനിയും പറിക്കാണ് കേട്ടോ. അമ്മ അച്ഛമ്മ ചെയ്യണ ചെയ്താലോ? തലയുടെ പോപ്പിട്ടു. അമ്മേരെ ഗ്ലാമർ നഷ്ടപ്പെടും. അമ്മ പിന്നെ രാവിലെ കുളിച്ചു കഴിഞ്ഞാ എന്താണ് സൺസ്ക്രീം ഒക്കെ തെറ്റിട്ടാണ്. അമ്മേരെ ഗ്ലാമർ ഞാനും തേക്കില്ല. നിങ്ങളപ്പോ എന്നാലും അമ്മ എന്താ പറയാ കുത്തിട്ടതിന് കാര്യം കേട്ടോ. ഇത്ര പൂള കിട്ടി ഞങ്ങക്ക്. വൈകുന്നേരം ആകുമ്പോ എന്താ പറയാ ചായ ഞാനിപ്പോ ഇത്ര വലിച്ച് പൊട്ടിയെണ്ണ അവിടെ അതൊരു കൈമ്പ് കൂടി ഉണ്ട്. പെരിച്ചായി വന്നത്തെ കാരണയാവും. ഒരു കൈമ്പ് കൂടി ഉണ്ട് അതിന്റെ അപ്പുറത്ത് ഇതിന് പൊട്ടിയിട്ടില്ല. പൊട്ടിയെണ്ണ ഇത് വേറെ അല്ലാതെ ഇത് തിമ്മ തന്നെ. ഓക്കെ ഒന്നുകൂടി അവിടെ ഉണ്ട്. ഞാൻ ഒരു കൊമ്പള കുത്തിക്കളി മടാള് വേണ്ടേ? അപ്പൊ അമ്മ പറിച്ചോടെ തന്നെ അമ്മ എന്താ പറയാ കൊമ്പ് നടും ചെയ്യട്ടോ. അപ്പൊ ഇവിടെയൊക്കെ പറിച്ചിട്ടുണ്ടായിരുന്നു. അവിടെയൊക്കെ അപ്പൊ അമ്മ ഇത് മതി ഇത് ആവശ്യത്തിന് പണ്ട് പൂതിക്കുള്ള പൂള കിട്ടിയിട്ടുണ്ട് കേട്ടോ. അമ്മ അതാ കുറെ മഞ്ഞളും ചേമ്പും ചേനയും പൂളയും ഒക്കെ കുത്തിയിട്ടുണ്ട് കേട്ടോ. പക്ഷെ ഈ വേനൽ എന്താണ് കാനലുള്ള ഇതാവണ്ടേ ഉണ്ടാവാൻ കുറച്ച് പണിയാ. അപ്പൊ എന്താ കാട്ടണേ? പൂച്ചനെ അറിയേ? എന്തിന് എന്തിനാ അറിയണതെന്ന്? ഇതേപോലെ തന്നെ അമ്മ അവിടെ കുത്തിയിട്ടുണ്ട്. എന്നിട്ട് ഞങ്ങൾ ആവശ്യത്തിന് പൂതിയാകുമ്പോ രണ്ട് ഇത് പറിക്കും. എന്നിട്ട് പിന്നെ അവിടെ തന്നെ അമ്മ നടുകയും ചെയ്യും. എടോ ഇങ്ങനെ ഓരോ കമ്പേ ചെറിയ എടുത്തിട്ട് കുഴിച്ചിട്ട് ഉണ്ടാക്കണം. അങ്ങനെയൊക്കെ ഉണ്ടാക്കും. നിങ്ങളൊക്കെ ഇപ്പൊ വലിയ കുട്ടികളായിരുന്നു അല്ലേ? ചെറിയ കുട്ടികളൊക്കെ അമ്മ കുട്ടികളെ പോരി. അപ്പൊ ഇത് ഞങ്ങള് വൈകുന്നേരം ഉണ്ടാക്കും. പൂള കട്ടൻ ചായയും പൂളക്കിഴങ്ങും. ഇപ്പൊ നന്നാക്കണ്ടല്ലേ അമ്മ? വൈകുന്നേരം നന്നാക്കിയാൽ മതിയല്ലേ? അപ്പോൾ അങ്ങനെ പൂളൊക്കെ പുഴുങ്ങി റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് പൂള പുഴുങ്ങിയത് അങ്ങനെ ഉപ്പേരി പോലെ ഉണ്ടാക്കിയിട്ടോ. അല്ലെങ്കിലൊക്കെ ചിലപ്പോൾ എന്താ പറയുക പൂള കിട്ടുമ്പോൾ അങ്ങനെ പുഴുങ്ങും. സാധാ പോലെ അങ്ങനെ പുഴുങ്ങിയിട്ട് നമ്മൾ ചമ്മന്തി എന്തെങ്കിലും അരച്ചിട്ട് അങ്ങനെ ഉപ്പിക്കൂട്ടില്ല കേട്ടോ. അപ്പോൾ ഇന്നൊരു ചേഞ്ച് ആയിക്കോട്ടെ വിചാരിച്ചിട്ട് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് കടുകും ഉണക്കൽമുളകും കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് പൊട്ടിച്ചിട്ടോ. അപ്പോൾ അങ്ങനെ ഒന്നുണ്ടാക്കിയിട്ട് കട്ടൻ ചായയും കൂട്ടിയിട്ട് കഴിക്കാമെന്നൊക്കെ കേട്ടോ വിചാരിച്ചത്. അപ്പോഴാണ് ചീനമുളക് നിൽക്കണത് കണ്ടിട്ട്. അപ്പോൾ മക്കൾക്ക് ചമ്മന്തി അരക്കണം എന്നിട്ട് അപ്പോൾ കുറച്ച് ചീനമുളക് പൊട്ടിച്ചുണ്ടാന്ന് വെച്ചിട്ട്. അപ്പോൾ എല്ലാവർക്കും ചമ്മന്തി വേണമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ കുറച്ച് തോനെ ചീനമുളക് പൊട്ടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വീട്ടിൽ അമ്മ ഈ പാത്രം മൂന്നിടത്ത് വിത്തിട്ട് കേട്ടോ. അവിടെ മുളച്ചിപ്പോൾ വലിയ മരമായിട്ടുണ്ട് കേട്ടോ. അതിപ്പോൾ കുറേ ചീനമുളക് നിൽക്കുന്നുണ്ട്. അപ്പോൾ അമ്മ ഇടയ്ക്കൊക്കെ പൊട്ടിച്ചു കൊടുത്തിട്ട് എന്താ പറയുക ചമ്മന്തി അരക്കലുണ്ട് പറഞ്ഞു കേട്ടോ.
അപ്പോൾ അങ്ങനെ കുറച്ച് ചീനമുളക് പൊട്ടിച്ചിട്ട് ചമ്മന്തി അരയ്ക്കാൻ നേരിട്ട്. അപ്പോൾ നമ്മൾ കുറേ പഴുത്തൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്നും പൊട്ടിച്ചിട്ടില്ല. അത് അവിടെ നിർത്തിയിട്ടേക്ക് പോകുമ്പോൾ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. അവിടെ ആണെങ്കിൽ ചീനമുളക് ഇല്ല കേട്ടോ. അപ്പോൾ അങ്ങനെ എന്താ പറയുക, ഇനി കിളികൾ കൊണ്ടുപോയില്ലെങ്കിൽ പൊട്ടിച്ച് കൊണ്ടുപോകും, അല്ലെങ്കിൽ പിന്നെ കിട്ടുകയും ചെയ്യില്ല കേട്ടോ. അപ്പോൾ ഇവിടെ വെള്ള ചീനമുളക് ഉണ്ട് കേട്ടോ, കാന്താരി മുളക്. അപ്പോൾ അതിൻ്റെ വിത്തും ഉണ്ട് കേട്ടോ, പഴുത്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ അതും കുറച്ച് പൊട്ടിച്ചുകൊണ്ട് വേണം ഇതിൻ്റെയും ഗുണം കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ അമ്പാടി വന്നിട്ടുണ്ട് കേട്ടോ. അമ്പാടിയാണെങ്കിലും ആ ചെടികളൊക്കെ ചവിട്ടി പൊട്ടി നശിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അമ്മയ്ക്കാണെങ്കിൽ ചെടികൾ നശിപ്പിക്കാറുണ്ട് ഭയങ്കര ദേഷ്യമുള്ള കാര്യം കേട്ടോ. അമ്മയ്ക്ക് ചെടി നാശാക്കുന്നതോ പൂക്കൾ പറിക്കുന്നതോ ഒന്നും അമ്മയ്ക്ക് ഇഷ്ടമല്ല കേട്ടോ. അമ്മ കുട്ടികളെ നോക്കണ പോലെ നോക്കുന്ന കേട്ടോ ചെടികൾ. അപ്പോൾ അമ്പാടി ആയിരിക്കും കയറി തെങ്ങിൻ്റെ വീട്ടിലൊക്കെ അമ്മ ചെടി നട്ടിരുന്നത്, ഒക്കെ ചവിട്ടി നശിപ്പിച്ചാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ചീനമുളക് പൊട്ടിച്ചു കൊടുന്ന് ഞാൻ ചമ്മന്തി അരയ്ക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഉള്ളി നന്നാക്കട്ടെ. ചെറിയ ഉള്ളിയും ചീനമുളകും ഉപ്പും കൂടിയിട്ട് അരയ്ക്കട്ടെ. അപ്പോൾ അമ്മയുമ്പോൾ തന്നെ അരയ്ക്കാൻ നേതി, കാരണം മിക്സിയിട്ട് അരയ്ക്കുമ്പോൾ അത്ര ടേസ്റ്റ് കിട്ടില്ല, കാരണം അത് ഇങ്ങോട്ട് കുഴമ്പ് രൂപത്തിലാവും കേട്ടോ. പക്ഷെ അമ്മയും അരയ്ക്കുമ്പോൾ വേറെ ടേസ്റ്റ് തന്നെയല്ലേ. അപ്പോൾ മക്കൾ ഇനി ചമ്മന്തി അരച്ചിട്ട് പിന്നെ പൂള തിന്നാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുക കേട്ടോ. അപ്പോൾ വേഗം പോയിട്ട് ചമ്മന്തി അരയ്ക്കട്ടെ നേതി. നല്ല കാറ്റൊക്കെ വരുന്നിട്ട് മഴ ഉണ്ടാവും തോന്നുന്നുണ്ട്, ഭയങ്കര കാറ്റാട്ടോ. അപ്പുറത്തുള്ള പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ താഴത്തേക്കുണ്ട്. കാലി കുപ്പികളൊക്കെ കിടക്കുന്നുണ്ടായിരുന്നു, ഈ പൊടികളൊക്കെ ഇട്ടിരുന്നത്, പൊടി കഴിഞ്ഞ കുപ്പികളൊക്കെ ഇട്ടിരുന്നു. അപ്പുറത്ത് അതൊക്കെ വീണ്ടും ഭയങ്കര കാറ്റ്, എന്തുപോലത്തെ കാറ്റെന്നറിയോ. അപ്പം ഞാൻ വേഗം ചമ്മന്തിയൊക്കെ അരച്ചിട്ട് വരട്ടോ, കാരണം കറണ്ട് പോയി കഴിഞ്ഞാൽ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല, കാരണം അടുക്കളയിൽ ഭയങ്കര ഇട്ടാവും കേട്ടോ. അപ്പോൾ അങ്ങനെ എന്താ പറയുക, പൂള പുഴുങ്ങി പകുതി മുക്കാലും ഞങ്ങളിങ്ങനെ എന്താ പറയുക ചമ്മന്തി കൂട്ടാതെ തന്നെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ബാക്കിയുള്ളേക്ക് അപ്പോൾ ഈ ചമ്മന്തി അരയ്ക്കാൻ മുട്ടഞ്ഞു എന്താ പറയുക പൂളേക്ക് കൂട്ടിയിട്ട് ബാക്കിയുണ്ടെങ്കിൽ നമുക്ക് ചോറിക്കും കൂട്ടാമല്ലോ. ചോറിക്ക് ചമ്മന്തി കൂട്ടി കഴിക്കണം ഭയങ്കര രസമല്ലേ. അപ്പോൾ അങ്ങനെ മക്കൾ കുറേ നേരമായിട്ടോ പിന്നെ അടുക്കളയിൽ കൂടി കിടന്ന് പരക്കം പായിട്ട് പൂളയും ചമ്മന്തിയും കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിങ്ങനെ വർത്താനം പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുക. അപ്പോൾ അമ്മ ചീത്ത അറിയാം കേട്ടോ, കാരണം എന്താ പറയുക മക്കൾ കുറേ നേരമായി പൂളയും ചായയും ചോദിക്കാൻ വേണ്ടിയിട്ടോ. അപ്പോൾ വർത്താനം കഴിഞ്ഞിട്ട് വേണ്ടത് ചമ്മന്തി അരയ്ക്കാൻ. അപ്പോൾ അങ്ങനെ എന്താ പറയുക വേഗം പോയിട്ട് ചമ്മന്തി അരക്കട്ടെ കേട്ടോ, അല്ലെങ്കിൽ പിന്നെ കറണ്ട് പോയി കഴിഞ്ഞാൽ എൻ്റെ വീഡിയോ എടുക്കലൊന്നും നടക്കില്ല കേട്ടോ. അപ്പം അങ്ങനെ അമ്മിയൊക്കെ കഴുകി നല്ല വൃത്തിയായി ഞാൻ വേഗം ചമ്മന്തി അരച്ചെടുക്കട്ടെ കേട്ടോ. അപ്പോൾ ചീനമുളക് ആദ്യം അരച്ച് അത് നല്ലൊന്ന് അരഞ്ഞു വരുമ്പോൾ അത് കുറച്ച് ഉള്ളി എടുത്തിട്ടുള്ളൂ, കൂടുതൽ ഉള്ളിയൊന്നും എടുത്തില്ല. എന്നിട്ട് അതിക്ക് നല്ല വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലോ എൻ്റെ അമ്മോ എന്ത് ടേസ്റ്റാണെന്ന് അറിയാം ചീനമുളക് ചമ്മന്തി. പക്ഷേ പച്ചമുളക് ഇട്ട് ചമ്മന്തി അരയ്ക്കണേക്കാളും ടേസ്റ്റ് കേട്ടോ ചീനമുളക് ചമ്മന്തി അരയ്ക്കുന്നത്. അപ്പോൾ അതാ അമ്പാടി അപ്പൂന് ഭയങ്കര ഇഷ്ടട്ടോ ചമ്മന്തി, പോലെ തോനെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് കുറച്ച് ചമ്മന്തി കേട്ടോ, അതുകൊണ്ട് ഞാനും പിന്നെ എൻ്റെ അനിയത്തിയും കഴിക്കേണ്ട, മറ്റവരൊക്കെ അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അമ്പാടിയുടെ കഴിക്കുന്നുണ്ട്, പിന്നെ എരിവ് അധികം കുറവാകുന്നുണ്ട് ചീനമുളകിന്. അപ്പോൾ അതുകൊണ്ട് അമ്പാടിയൊക്കെ കഴിക്കുന്നുണ്ട് കേട്ടോ ചമ്മന്തി. അപ്പോൾ അതാ കാറ്റ് നല്ല വന്നിരുന്നു പറഞ്ഞാൽ ഭയങ്കര കാറ്റുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതാ നല്ല മഴയും പെയ്തു കേട്ടോ. എന്ത് മഴ എന്നറിയോ, ഭയങ്കര മഴ, നല്ല മഴ ഉണ്ടായിരുന്നു. കാറ്റും മഴയെന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു മഴ. അപ്പോൾ ഈ മഴയത്ത് നല്ല ചൂട് ചായയും പൂളക്കിഴങ്ങും തിന്നാൻ നല്ല രസം കേട്ടോ. അപ്പോൾ അതാ ഞാനും അമ്മയും പിന്നെ മക്കളും എല്ലാവരും കഴിച്ചുകൊണ്ടിരിക്കണം. അതിൻ്റെ ഇടയിൽ ഞാൻ മഴ കാണാൻ വേണ്ടിയിട്ട് പുറത്തേക്കൊന്നും ഇറങ്ങിയിട്ടോ, കാരണം ഇത്രയും നല്ല പെരുമഴ അടുത്തൊന്നും കണ്ടിട്ടില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ മഴ കാണാൻ പുറത്തേക്ക് ഇറങ്ങിയിട്ടോ. അപ്പോൾ അതിൻ്റെ ബേക്കിൽ എൻ്റെ അമ്മയും വന്നിട്ടുണ്ട്, അതിൻ്റെ ബേക്കിൽ എൻ്റെ മേമയും വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്ര കേട്ടോ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എഴുതി അറിയിക്കാനും മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.